സുരേഷേട്ടാ, തൃശ്ശൂരിന്റെ മണ്ണിൽ എത്തിയതിന് ശേഷം എന്താണ് പറയാനുള്ളത്? ഭയങ്കര ജന്മഗൃഹത്തിനോടുള്ള ഒരു ആവേശം, ഒരു ഇമോഷൻ, ആ വികാരമാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇതാണ് എൻ്റെ ജന്മഗൃഹം എന്ന് എനിക്ക് തോന്നിപ്പോകുന്ന തരത്തിലുള്ള ഒരു വൈകാരിക മുഹൂർത്തങ്ങളുടെ ഓരോ നിമിഷവും വൈകാരികമായ മുഹൂർത്തമായിട്ടാണ് ഞാൻ കാണുന്നത്. കളക്ടറേറ്റിൽ ചെന്ന് കയറിയതും സർട്ടിഫിക്കറ്റ് വാങ്ങിയതും അവരുടെയൊക്കെ ഇങ്ങനെ ഇത്രത്തോളം ഒരു ആവേശത്തോടു കൂടിയുള്ള ഒരു വിജയാഹ്ലാദ പ്രകടനം, അത് എങ്ങനെയാണ് താങ്കളെ സംബന്ധിച്ചിടത്തോളം ഒരു വൈകാരികമായ ഒരു കാര്യമാണോ? അതാണ് ഞാൻ പറഞ്ഞത്, വൈകാരികമായി തന്നെയാണ് ഞാൻ എടുത്തുകൊണ്ടിരുന്നത്. തൃശ്ശൂരിലെത്തിയ ഒരു സമയത്ത് ഈ പ്രചാരണ പരിപാടികളെല്ലാം നടക്കുന്ന ഒരു സമയത്ത് വലിയ തോതിലുള്ള പലതരത്തിലുള്ള ആക്രമണങ്ങൾ നേരിട്ടൊരു വ്യക്തിയാണ് താങ്കൾ. അപ്പോൾ ആ ആക്രമണങ്ങൾ അന്ന് എന്തെങ്കിലും ഒരു ദുഃഖം തോന്നിയിരുന്നു? അതെല്ലാം അപ്രസക്തമായി. അവരെല്ലാം സമാധാനമായിട്ട് ഇനി ജീവിക്കട്ടെ, ഉറങ്ങട്ടെ. ഏത് രീതിക്കാണ് ഈ ഒരു ജനങ്ങളുടെ ഒരു വോട്ടിംഗ് എങ്ങനെയാണെന്നാണ് കരുതുന്നത്? അവരെന്നെ മനസ്സിലാക്കിയവർ ഞാൻ ജയിക്കണമെന്ന് അവർക്കായിരുന്നു വാശി. ആ വാശിയാണ് നിങ്ങൾ കാണുന്ന 4 ലക്ഷത്തി എത്ര വോട്ടാണ്? എത്രയാണ് വോട്ട്? 4,12,000 ചില്ലുവാന വോട്ടാണ്. അത് മുഴുവൻ വൈകാരികമായിട്ടുള്ള ഒരു വിരൽ സ്പർശമായിരുന്നു, അത് ഹൃദയസ്പർശമായിരുന്നു. തൃശ്ശൂർ ഹൃദയം കൊണ്ട് തരുമെന്നാണ് താങ്കൾ പറയുന്നത്. ഹൃദയം കൊണ്ട് എൻ്റെ ഹൃദയത്തിലേക്ക് എടുത്ത് വെച്ച് തന്നു. ഞാനത് എൻ്റെ കിരീടമാണ്. ഇനി വലിയൊരു വൈകാരികമായ നിമിഷങ്ങളായി തന്നെയാണ് അദ്ദേഹം പ്രതികരിക്കുന്നത്. കാരണം തൃശ്ശൂരിൽ നിന്ന് ഇത്രയേറെ ഒരു വരവേൽപ്പ് അല്ലെങ്കിൽ ഇത്രയേറെ ഒരു ഭൂരിപക്ഷം അദ്ദേഹം നേരത്തെ കണക്കാക്കിയിരുന്നതിലും അപ്പുറമാണ്. ആ ഒരു ആളുകളുടെ ഒരു ഹൃദയത്തിൽ നിന്ന് തന്ന ഒരു വോട്ടാണ്, അല്ലെങ്കിൽ ഹൃദയത്തിൽ നിന്ന് തന്ന ഒരു വരവേൽപ്പാണ് തനിക്ക് ഇതെന്നാണ് എന്തായാലും സുരേഷ് ഗോപി പ്രതികരിക്കുന്നത്. കാരണം തൃശ്ശൂർ ആദ്യ തവണ അദ്ദേഹം ഇവിടെ മത്സരിക്കാനെത്തിയപ്പോൾ തൃശ്ശൂർ താനിങ് എടുക്കുക എന്ന് പറയുന്നത് വലിയ തോതിൽ ചർച്ചയായി, വലിയ തോതിൽ ട്രോളുകൾക്ക് വരെ വിധേയമായി. അതിനുശേഷം ഇത്തവണ അദ്ദേഹം മത്സരിച്ചപ്പോൾ നമ്മൾ പലതവണ ചോദിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞത് തൃശ്ശൂരിലെ ജനങ്ങൾ ഹൃദയം കൊണ്ട് എനിക്ക് തരും എന്നുള്ള ഒരു ഉറപ്പാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ആ ഉറപ്പ് ഇവിടെ പാലിക്കപ്പെട്ടു. ആ ഉറപ്പ് വലിയ തോതിൽ എല്ലാ തരത്തിലും അദ്ദേഹത്തിന് ഒരു വിജയത്തിലേക്ക് എത്തിക്കുന്നതിന് പോലും അത് വഴിവെച്ചു എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും വലിയ ഒരു ആവേശത്തിൽ തന്നെയാണ് BJP നേതാക്കളും പ്രവർത്തകരും എല്ലാവരും തന്നെ. ആ ഒരു ആവേശം ഒരിക്കലും കെട്ടടങ്ങാൻ കഴിയാത്തൊരു കാര്യമാണ്. ഈ സുരേഷ് ഗോപിയുടെ വിജയം എന്ന് പറയുമ്പോൾ ആ ഒരു വിജയത്തിൻ്റെ സമയത്ത് മുഴുവൻ സമയവും കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് എന്നോടൊപ്പം ഇപ്പോൾ ഉള്ളത്. BJP നേതാവ് കൂടിയായ രഘുവാണ്. ചേട്ടനാണ് ഫുൾ ടൈം കൂടെ നമ്മളെല്ലാ പരിപാടിക്കും ഉണ്ടായിരുന്നത്. ആ ഒരു ആവേശവും മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ആ കണ്ടിരുന്ന സമയത്ത്, ഈ വോട്ടെടുപ്പിൻ്റെ സമയത്ത് ഇത്രത്തോളം വിജയം നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു? ജനങ്ങളുടെ ഒരു വലിയൊരു സപ്പോർട്ട് ഓരോ ദിവസവും നമുക്ക് കാണാമായിരുന്നു. കാരണം അത്രയധികം സപ്പോർട്ടാണ് ജനങ്ങൾ. അത് ജാതി ഭേദമന്യേ, രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ ആളുകളും സുരേഷേട്ടന് വലിയൊരു സപ്പോർട്ടാണ് നമുക്ക് കൊടുത്തിരുന്നത്. SG കോഫി ടൈമിൻ്റെ സമയം തൊട്ട് തന്നെ സുരേഷേട്ടന് സപ്പോർട്ട് കിട്ടിയിരുന്നു. കാരണം SG കോഫി ടൈമിൽ ഓരോ പഞ്ചായത്തിൽ പോയിട്ട് അവരുടെ പ്രശ്നങ്ങൾ നേരിട്ടറിഞ്ഞ് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ തന്നെ സുരേഷേട്ടൻ അതിന് സൊല്യൂഷൻ കണ്ടെത്തും എന്നുള്ളതുകൊണ്ടാണ് അവർ ചേട്ടനോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നതും. സുരേഷേട്ടൻ കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും നോട്ട് ചെയ്തെടുത്ത് അത് ഓരോ പഞ്ചായത്തിലും എന്താണ് ആവശ്യം, കുടിവെള്ളമാണെങ്കിൽ കുടിവെള്ളം, റോഡാണെങ്കിൽ റോഡ്, എന്താണെന്ന് കൃത്യമായിട്ട് ഡാറ്റ തയ്യാറാക്കിയതിന് ശേഷമാണ് സുരേഷേട്ടൻ മത്സര രംഗത്തേക്ക് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ സുരേഷേട്ടൻ ആ സപ്പോർട്ട് ഓരോ പഞ്ചായത്തിലും ജനങ്ങളുടെ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് 7 നിയോജകമണ്ഡലത്തിൽ 6 നിയോജകമണ്ഡലത്തിലും വലിയൊരു സപ്പോർട്ട് കിട്ടിയത്. പ്രത്യേകിച്ച് ഒല്ലൂർ, അതുപോലെ തന്നെ മണലൂർ, പുതുക്കാടൊക്കെ വലിയ സപ്പോർട്ടാണ് നാട്ടുകളിലൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഈ പരസ്യ പ്രചരണങ്ങളെക്കാൾ കൂടുതൽ കുടുംബയോഗങ്ങൾ നടത്തിക്കൊണ്ടാണ് BJP യുടെ വലിയ തോതിൽ മുന്നേറ്റം കാഴ്ചവെക്കാനായി കഴിഞ്ഞത്. ഈ രാഷ്ട്രീയത്തിനപ്പുറമുള്ള വോട്ടുകൾ അതെങ്ങനെയാണ് കാണുന്നത്? സുരേഷേട്ടൻ എന്ന രാഷ്ട്രീയക്കാരനല്ല വോട്ട് ചെയ്ത്, സുരേഷേട്ടൻ എന്ന മനുഷ്യസ്നേഹി, ഹ്യൂമൻ ബീയിങ്ങിനുള്ള ആൾക്കാണ്. അദ്ദേഹത്തിന് അത് ചെയ്യാനുള്ള കഴിവുണ്ട്. ഇവിടുന്ന് ആര് പോയാലും അവർക്ക് അവിടെ പ്രതിപക്ഷത്തിരിക്കാനേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ അദ്ദേഹം പോയി കഴിഞ്ഞാൽ അവിടെ ചെയ്യാൻ പറ്റും. നരേന്ദ്രമോദിയുടെ റൈറ്റ് ഹാൻഡ് ആണ് എന്ന തരത്തിലാണ് ജനങ്ങൾ തൃശ്ശൂരിൻ്റെ കേന്ദ്രമന്ത്രി എന്നത് ഏറ്റെടുത്തിട്ടുള്ളത്. തീർച്ചയായും എന്തായാലും വലിയ തോതിൽ ജനങ്ങൾ ഏറ്റെടുത്ത ഒരു വിജയമായി തന്നെയാണ് ഇതിനെ കണക്കാക്കുന്നത്.